ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ് മലയാളത്തിനെ അതേപോലെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നാൽ ഇത് എപ്പോഴും അങ്ങനെ വർക്കൗട്ട് ആവില്ല. മലയാളം ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, നമ്മൾ ജയിച്ചു. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും വേണ്ട. ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള സെൻറ്റൻസുകളും വാക്കുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ അതൊക്കെ എത്രയും നമ്മൾ അക്വയർ ചെയ്യുന്നു അത്ര കണ്ട് നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. സമയം കിട്ടുമ്പോഴൊക്കെ നല്ല നല്ല വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യം ചെയ്താൽ ഇംഗ്ലീഷിൽ നിങ്ങൾ പുലിയാകും. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ആരെങ്കിലും വന്നോ? ഡിഡ് എനിവൺ വിസിറ്റ് ഇൻ മൈ ആബ്സെൻസ്? ഡിഡ് എനിവൺ വിസിറ്റ് ഇൻ മൈ ആബ്സെൻസ്? ഈ ജോലി കഴിഞ്ഞോ? ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കൊളീഗ്സിനോടൊക്കെ, ഈസ് ദിസ് വർക്ക് ഡൺ? ഈസ് ദിസ് വർക്ക് ഡൺ? ഞാൻ ആ വർക്കിലാണ്. ആം ഓൺ ഇറ്റ്. ആം ഓൺ ഇറ്റ്. അവൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത്. ഡോണ്ട് ടേക്ക് ഹിം അറ്റ് ഹിസ് വേർഡ്സ്. ഡോണ്ട് ടേക്ക് ഹിം അറ്റ് ഹിസ് വേർഡ്സ്. സോ ഇതുപോലെ പുതിയ പുതിയ വാക്കുകൾ ട്രൈ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവല് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. മാത്രമല്ല മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പിന്നെ എൻ്റെ നാവ് അനങ്ങില്ല. വെൻ someone സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് വിത്ത് മീ ഐ ഗെറ്റ് ടങ് ടൈഡ്. വെൻ someone സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് വിത്ത് മീ ഐ ഗെറ്റ് ടങ് ടൈഡ്. അതായത് ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പിന്നെ എല്ലാം തീർന്നു, ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നോക്കൂ. ചെക്ക് ഇറ്റ് ഔട്ട്. ആരെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തത് വളരെ ശരിയാണ് അല്ലെങ്കിൽ തീർത്തും ശരിയാണ്. ക്വൈറ്റ് ട്രൂ. ക്വൈറ്റ് ട്രൂ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനോട് നമ്മൾ തീർത്തും സമ്മതിക്കുന്നെങ്കിൽ, യോജിക്കുന്നെങ്കിൽ നമുക്ക് പറയാം ക്വൈറ്റ് ട്രൂ. വളരെ ശരിയാണ്. ഞാൻ ഉച്ചയൂണിന് ശേഷം ഒന്ന് മയങ്ങാറുണ്ട്. ഐ യൂഷ്വലി ടേക്ക് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. ചെറിയ മയക്കത്തിനാണ് നാപ്പ് എന്ന് പറയുന്നത്. ഐ യൂഷ്വലി ടേക്ക് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഹൗ ഡു യു സ്പെൽ ഇറ്റ്? ഹൗ ഡു യു സ്പെൽ ഇറ്റ്? ഉറക്കെ പറയൂ. സ്പീക്ക് അപ്പ്. സ്പീക്ക് അപ്പ്. സൗമ്യമായി പറയൂ. സ്പീക്ക് ജെന്റ്ലി. സ്പീക്ക് ജെന്റ്ലി. അഭിമാനത്തോടെ പറയൂ. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തത്, ഞാൻ സ്റ്റെയറിൽ നിന്ന് വീണു. ഐ ഫെൽ ഡൗൺ ദ സ്റ്റെയേഴ്സ്. ഐ ഫെൽ ഡൗൺ ദ സ്റ്റെയേഴ്സ്. എൻ്റെ കൈക്ക് പരിക്കേറ്റു. ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഐ ഹാവ് ഹേർട്ട് മൈ ആം. ജായ്ക്ക് കസേരയിൽ നിന്ന് വീണു. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യുക. ഇത് ആരോടും പറയരുത്. ഡോണ്ട് ടെൽ ഇറ്റ് ടു എനി വൺ. ഡോണ്ട് ടെൽ ഇറ്റ് ടു എനി വൺ. ഇത് അറിയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ എപ്പോഴാണ് ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും കറയോ കീറലോ അങ്ങനെ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും, ഇതറിയാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് മനസ്സിലാകുമോ എന്നിങ്ങനെ. സോ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വാക്യം ഉപയോഗിക്കാം. ഈസ് ഇറ്റ് നോട്ടീസബിൾ? ഈസ് ഇറ്റ് നോട്ടീസബിൾ? ഇത് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് അറിയാൻ പറ്റുന്നുണ്ടോ? അടുത്തത്, ഇടയ്ക്ക് കയറി പറയാതെ. ഡോണ്ട് സ്പീക്ക് ഇൻ ബിറ്റ്വീൻ. ഡോണ്ട് സ്പീക്ക് ഇൻ ബിറ്റ്വീൻ. എൻ്റെ ഷൂസ് തേഞ്ഞുപോയി. അതായത് ഉപയോഗിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എത്തുക. മൈ ഷൂസ് ആർ വോൺ ഔട്ട്. മൈ ഷൂസ് ആർ വോൺ ഔട്ട്. ഇനി നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ അവർ കഴിക്കത്തുള്ളൂ.
അങ്ങനെയുള്ള ആളുകളെ പറയുന്നതാണ് പിക്കി ഈറ്റർ. പിക്കി ഈറ്റർ അല്ലെങ്കിൽ ചൂസി ആണെന്ന് പറയാം. അവൻ ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കഴിക്കൂ. ഹീ ഈസ് എ പിക്കി ഈറ്റർ. ഹീ ഈസ് എ പിക്കി ഈറ്റർ. അവൾക്കിഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ അവൾ ഇടൂ. ഷീ ഈസ് വെരി പിക്കി അബൌട്ട് ഹെർ ക്ലോത്ത്സ്. ഷീ ഈസ് വെരി പിക്കി അബൌട്ട് ഹെർ ക്ലോത്ത്സ്. ഇവിടെ ഈ പിക്കി എന്ന വാക്ക് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല, അത് വേണം ഇത് വേണം, അങ്ങനൊന്നുമില്ല. ഐ എം നോട്ട് ദാറ്റ് ചൂസി അല്ലെങ്കിൽ ഐ എം നോട്ട് ദാറ്റ് പിക്കി. ഐ എം നോട്ട് ദാറ്റ് ചൂസി ഓർ ഐ എം നോട്ട് ദാറ്റ് പിക്കി. അവൻ പിന്നിൽ നിന്ന് ആക്രമിച്ചു, അതായത് പുറകിൽ കൂടി വന്ന് എന്തെങ്കിലും ചെയ്യുക. ഫ്രം ബിഹൈൻഡ്. ഹി അറ്റാക്ട് ഫ്രം ബിഹൈൻഡ്. ഹി അറ്റാക്ട് ഫ്രം ബിഹൈൻഡ്. ശ്രദ്ധിച്ച്. ബി കെയർഫുൾ അല്ലെങ്കിൽ വാച്ച് ഔട്ട്. സൂക്ഷിച്ച്, വാച്ച് ഔട്ട്. സൂക്ഷിച്ചു നടക്കൂ. വാച്ച് ഔട്ട് യുവർ സ്റ്റെപ്പ് അല്ലെങ്കിൽ നോക്കി നടക്ക്. വാച്ച് ഔട്ട് യുവർ സ്റ്റെപ്പ്. എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല. ഐ ഹാവ് നോ ടൈം ടു ആർഗ്യൂ വിത്ത് യു. ഐ ഹാവ് നോ ടൈം ടു ആർഗ്യൂ വിത്ത് യു. അടുത്തത് കൊതുകൊക്കെ കുത്തി ആകെ നമ്മുടെ കയ്യിലൊക്കെ നിറച്ച് പാടൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐ ഹാവ് ഗോട്ട് മോസ്കിറ്റോ ബൈറ്റ്സ് ഓൾ ഓവർ മൈ ആം. എൻ്റെ കൈ മുഴുവനും കൊതുക് കുത്തി. ഐ ഹാവ് ഗോട്ട് മോസ്കിറ്റോ ബൈറ്റ്സ് ഓൾ ഓവർ മൈ ആം. നീ ഒരു ഡോക്ടറിനെ കാണണം. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. നിനക്കവനെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് സപ്പോസ് യു നോ ഹിം. ഐ ഡോണ്ട് സപ്പോസ് യു നോ ഹിം. ഇവിടെ കണ്ടോ, ഐ ഡോണ്ട് തിങ്ക് യു നോ ഹിം. ഇങ്ങനെയും പറയാം. എന്നാൽ ഐ ഡോണ്ട് സപ്പോസ് യു നോ ഹിം ഇത് കുറച്ചുകൂടി, ഇത് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു ലെവല് മുന്നിട്ട് നിൽക്കും. സോ ഇതുപോലെയുള്ള ഫ്രേസ് കുറച്ച് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ജാക്ക് ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? വുഡ് യു ഹാപ്പൻ ടു നോ വേർ ഈസ് ജാക്ക്? വുഡ് യു ഹാപ്പൻ ടു നോ വേർ ഈസ് ജാക്ക്? ഇവിടെയും കണ്ടോ, ഡു യു നോ വേർ ഈസ് ജാക്ക് എന്ന് നമുക്ക് സിമ്പിളായി ചോദിക്കാം. എന്നാൽ കുറച്ചുകൂടെ വേറൊരു ലെവലിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സെൻറ്റൻസ് ഉപയോഗിച്ചാൽ മതിയാവും. വുഡ് യു ഹാപ്പൻ ടു നോ വേർ ഈസ് ജാക്ക്? വുഡ് യു ഹാപ്പൻ ടു നോ വേർ ഈസ് ജാക്ക്? അവൻ ചഞ്ചല മനസ്സുള്ളവനാണ്, അതായത് മനസ്സെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹീ ഈസ് സോ ഫിക്കൽ മൈൻഡഡ്. ഹീ ഈസ് സോ ഫിക്കൽ മൈൻഡഡ്. സോ ഇവിടെ ഒരു പുതിയ വാക്ക് പഠിച്ചു, ഫിക്കൽ, ചഞ്ചലമായ. അതായത് ഇടയ്ക്കിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത് ചെയ്യാം, വേണ്ട ഇത് ചെയ്യാം, അതൊന്നും വേണ്ട അങ്ങനെ ചെയ്യാം. സോ എപ്പോഴും മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളെ പറയാം ഫിക്കൽ മൈൻഡഡ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.